എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ജനുവരി മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയുടെ ആരംഭ ദിവസമായ പ്രഭാതത്തിൽ, പ്രവൃത്തി ദിവസത്തിൻ്റെ ആരംഭ സമയത്ത് നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ ആരെല്ലാം ഇരുന്നിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ താഴെ എല്ലാ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ദൈവ സാന്നിധ്യത്തിലാണ് അഹരോന്റെ പേരെഴുതിയ വടി തളിർത്ത് പൂത്ത് ബദാം കായ്ച്ചത്. അപ്പൊ ഇതുപോലെ ദൈവ സാന്നിധ്യത്തിലേക്ക് ഏത് ഉണങ്ങിയത് വന്നാലും അത് പച്ചയായിട്ട് മാറും. ഓരോ പ്രഭാതത്തിലും നമ്മൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നിറയുകയാണ്. ജീസസ് എവരിഡേയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത് മാത്രമാണ്. ദൈവ സാന്നിധ്യത്തിൽ ആരംഭിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതങ്ങനെ തന്നെ ഇനിയും തുടരുവാൻ യേശു നമുക്ക് കൃപ തരട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിൻ്റെ ചരിത്രമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൽ അതിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ പൗലോസിനെ അവർക്ക് തടയുവാൻ കഴിഞ്ഞില്ല. യെരുശലേമിലേക്ക് പോകരുത് എന്ന് എല്ലാവരും പൗലോസിനോട് പറയുന്നതാണ് 21-ാം അധ്യായം. 22-ാം അധ്യായത്തിൽ പൗലോസ് യെരുശലേമിൽ വരുന്നു. പൗലോസിനെ യെരുശലേം ദേവാലയത്തിൽ പള്ളിക്കകത്ത് വെച്ച് അവനെ പിടിക്കുന്നു, അവനെ വിലങ്ങ് വയ്ക്കുന്നു, ഉപദ്രവിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ഇവനെ വിസ്തരിക്കുവാനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പൗലോസ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവന് വിലങ്ങ് വെച്ചു. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ വരുന്നു. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 23-1 മുതൽ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ വരെ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടി ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മുമ്പാകെ നല്ല മനസാക്ഷിയോടെ നടന്നിരിക്കുന്നു എന്ന് പ്രാഗൽഭ്യത്തോടെ പുരുഷാരത്തിന്റെ നടുവിൽ പറയുവാനുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ പുരോഹിതൻ പറഞ്ഞ വാക്ക്, അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു. കാരണം പൗലോസ് ഒരു കുറ്റക്കാരനായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. എന്താ കുറ്റം? ന്യായാധിപ സംഘത്തിന്റെ ഇഷ്ടങ്ങൾ നടന്നില്ല. പൗലോസ് എന്തുകൊണ്ടാണ് നല്ല മനസാക്ഷിയോടെ നടന്നെന്ന് തന്നെ കുറിച്ച് പറയുന്നത്? താൻ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സൂക്ഷിച്ച് ദൈവ വഴിയിൽ നടക്കുന്നു. ന്യായാധിപ സംഘമോ, അവരെന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് ഏറ്റവും എതിരുള്ള കൂട്ടം. രണ്ടുപേരുടെയും ദൃഷ്ടിയിൽ നീതിയിൽ വ്യത്യാസമുണ്ട്. ന്യായാധിപ സംഘത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ നീതി. പൗലോസിന്റെ നീതി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്തിലുള്ള നീതി. അപ്പോൾ ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച യേശു ക്രിസ്തുവിലുള്ള നീതിയിലാണ് പൗലോസ് ജീവിക്കുന്നത്. അത് ന്യായാധിപ സംഘത്തിന്, മഹാപുരോഹിതനൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതുപോലെയാണ് നമ്മുടെ നീതിയെ നാം എത്ര മറ്റുള്ളവരോട് വ്യക്തമാക്കിയാലും അവർക്കത് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ പരമാർത്ഥത മറ്റുള്ളവരോട് പറഞ്ഞാൽ എത്രത്തോളം അവർ അംഗീകരിക്കും എന്നും നമുക്ക് പറയാൻ കഴിയില്ല. നീതിയുടെ കാര്യത്തിൽ പോലും ഓരോരുത്തർ അവരവരുടേതായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ മതത്തിനും ഓരോ നീതികളുണ്ട്.
ഇപ്പോൾ സുവിശേഷത്തിനെതിരെ വടക്കേ ഇന്ത്യയിലും മറ്റു പല ഭാഗങ്ങളിലും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അവർ അവരുടെ നീതിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അളവുകോൽ വേറെയാണ്. അവർ നോക്കുമ്പോൾ ദൈവകോപമുണ്ടാക്കി ദൈവത്തിൻ്റെ വഴി വിട്ടുപോയ ജനമാണ് ക്രിസ്ത്യാനികൾ. എന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ പോകുന്ന ഒരാളെന്താണ് ചിന്തിക്കുന്നത്? ഞാൻ നല്ല നീതിയോടെ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. ഓരോ വ്യക്തികൾക്കും വെളിപ്പെട്ട് കിട്ടിയ ഒരു വെളിപ്പാടിലാണ് കാര്യം ഇരിക്കുന്നത്. തെറ്റായ വെളിപ്പെടലുകളുണ്ട്, ശരിയായ വെളിപ്പാടുകളുമുണ്ട്. ഇന്നിത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യത്തിൽ നിങ്ങളൊരു സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമായിരിക്കും. പൗലോസ് അനുഭവിക്കുന്ന നീതി കർത്താവിൻ്റെ ആത്മാവിൽ അനുഭവിക്കുന്ന നീതിയാണ്. അതിനകത്ത് സ്വസ്ഥതയുണ്ട്, ശാന്തതയുണ്ട്, സാവധാനതയുണ്ട്, സമാധാനമുണ്ട്. യേശു കാൽവരി ക്രൂശിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ജീവിക്കുന്നു. ഈ ഒരു നല്ല സ്വസ്ഥമായ വെളിപ്പാട്, ഈ വെളിപ്പാടിൽ ജീവിക്കുന്നവർക്ക് അവരെ അസ്വസ്ഥമാക്കാൻ ഒന്നിനും കഴിയില്ല. അവർ ശരിയായ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്കും പച്ചയായ പുൽപ്പുറത്തേക്കും എത്തിക്കഴിഞ്ഞു. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം, നല്ല ഇടയൻ എന്നെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് ദാവീദ് അവിടെ വർണ്ണിക്കുന്നുണ്ട്. എന്നെ ഒരിക്കലൊരു ചതിയിൽ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ഞാനൊരു കൂരിരുൾ താഴ്വരെ കൂടി പോയാൽ എനിക്ക് പേടിക്കണ്ട, എൻ്റെ കർത്താവ് എന്നെ നല്ല വഴിക്ക് വിടൂ. ആ 23-ാം സങ്കീർത്തനത്തിൻ്റെ നിവർത്തീകരണം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൊക്കെയാണ്. ഞാൻ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കും. നാം നീതീകരിക്കപ്പെട്ടത് നമ്മുടെ ത്യാഗപരമായ ജീവിതം കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ ത്യാഗപരമായ മരണം കൊണ്ടാണ്. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ, അവർക്ക് നിത്യജീവനുണ്ട്. യേശുവിൽ ജീവിക്കുന്നവർക്ക് ഇനി മരണം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആ റോമാലേഖനം 8 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പൗലോസ് ഈ ധൈര്യത്തിൻ്റെ ഉടമയാണ്. ന്യായാധിപ സംഘം, അവരുടെ പേര് തന്നെ ന്യായമായ കാര്യങ്ങളെ വിധിക്കുന്ന ഒരു സംഘം. അന്നത്തെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവർ, അവരെല്ലാം ന്യായത്തിലല്ല. സാക്ഷാൽ ന്യായമായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ അവരംഗീകരിക്കുന്നില്ല. എന്നിട്ട് അവരുടെ പേരെന്താ? ന്യായാധിപ സംഘം. ഈ ന്യായാധിപ സംഘം ഇവർ സ്തെഫാനോസിനെ കൊല്ലാൻ അംഗീകാരം കൊടുത്തവരാണ്. ഈ ന്യായാധിപ സംഘം യേശുവിനെ ക്രൂശിക്കുവാൻ യേശുവിനെതിരെ വിധിയുണ്ടാക്കിയവരാണ്. ഈ ന്യായാധിപ സംഘത്തിൻ്റെ കൂട്ടത്തിലാണ് പൗലോസ് കയറി നിൽക്കുന്നത്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇവരെല്ലാം ന്യായാധിപ സംഘം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇവർ പാപത്തിൻ്റെ ഒരു ജനറേഷനാണ്. പൗലോസ് എന്ന ഒറ്റ മനുഷ്യന്റെ നീതിയായി കൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാള് ഭൂമിയിലില്ല. അന്നുള്ളവരെല്ലാം സുവിശേഷത്തിൻ്റെ
ഈ പാതയെ അടച്ചു കളയുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന പിശാചിന്റെ വകയായി അന്ന് നമ്മൾക്ക് കാണാം. എന്നാൽ പൗലോസ് അവിടെ തളരുന്നില്ല. ലോകം മുഴുവനും നിനക്കെതിരായി തീർന്നാലും യേശുക്രിസ്തുവിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കാൻ വരുന്നതിനെ നിനക്ക് അതിജീവിക്കാൻ കഴിയണം. ലോകം മുഴുവൻ ഒരുമിച്ച് പറയണം നീ പോകുന്ന വഴി ശരിയല്ല. ലോകം ഒരുമിച്ച് പറയണം നിന്റെ മാർഗം ശരിയല്ല. ലോകം ഒരുമിച്ച് പറയുകയാണ്, ന്യായാധിപ സംഘം ഒരുമിച്ച് പറയുകയാണ്, സമൂഹം ഒരുമിച്ച് പറയുകയാണ് നീ ഇറങ്ങിത്തിരിച്ച മാർഗം വളരെ കപടതയുള്ളതാണ് എന്ന് പറഞ്ഞാലും പൗലോസിനെ പോലെ ഞാൻ നല്ല മനസാക്ഷിയോടെ ജീവിക്കുന്നവൻ, അവനവിടെ പറയുന്നത്, സൗരന്മാരെ, ഞാൻ ഇന്ന് ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. ഇത് നമുക്ക് പറയാൻ കഴിയണം. ലോകം മുഴുവനും അതിനെതിരെ സംസാരിക്കും. പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മുടെ മനസാക്ഷിക്കകത്ത് ഇതുപോലൊരു പ്രാഗൽഭ്യം സുവിശേഷം നമുക്ക് നൽകി തരികയാണ്. ലോകം മുഴുവനും പറയുകയാണ്, ഓ നിന്റെ കാര്യം പോക്ക, നീ വിജയിക്കില്ല. നിനക്കെതിരെ എന്തെല്ലാം വാക്കുകളും വാർത്തകളും വന്നാലും നിനക്ക് നിന്നിൽ തന്നെ ഒരു ബോധ്യം, അതാണ് ദൈവവചനവും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിക്ക് നൽകുന്നത്. വചനത്തിൻ്റെ വെളിപ്പാടിൽ ജീവിക്കുവാൻ, വചനത്തിൻ്റെ സത്യത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സത്യത്തിൽ ജീവിക്കുവാൻ ഇന്ന് മുതൽ, ഈ ആഴ്ച മുതൽ ഒരു പുതിയ ചുവടുവയ്പ്പിനായി യേശു കർത്താവ് നമുക്ക് വലിയ കൃപകൾ നൽകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ആഴ്ച ഒരു അത്ഭുതത്തിൻ്റെ ആഴ്ചയാകട്ടെ. ഈ ആഴ്ച ഒരു വിടുതലിൻ്റെ ആഴ്ചയാകട്ടെ. ഈ ആഴ്ച ഒരു ജയത്തിൻ്റെ ആഴ്ചയാകട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ മലിനപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ദൈവവചനത്താൽ ഒരു ഉറപ്പ് ലഭിച്ചെങ്കിൽ ലോകം മുഴുവൻ പറയുകയാണ് നിങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിക്കകത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ ഉറപ്പുണ്ട്, ഇല്ല, ഞാൻ കേവലം നല്ല മനസാക്ഷിയോടെ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുന്നവനാണ്. ഈ ഉറപ്പാണ് ദൈവവചനവും പരിശുദ്ധാത്മാവും തരുന്നത്. ആ ഒരു നല്ല ഉൾബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുവെഴുത്തുകളിലെ ഓരോ വാക്യങ്ങളും ഞങ്ങളുടെ മനസാക്ഷിയെ പുതുക്കുന്നതും ജീവിപ്പിക്കുന്നതും പ്രാഗൽഭ്യമുള്ളവരാക്കുന്നതും ആയിത്തീരട്ടെ. ആരെല്ലാം ഒരുമിച്ചുകൂടി ഒരു കൂട്ടമായി ദോഷം നിരൂപിച്ചാലും അതിൻ്റെ നടുവിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വഴിയിലാണ്, എനിക്ക് നിത്യതയുണ്ട്, ഞാൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ്, ഈ ഒരു ഉൾബോധ്യം എല്ലാവരുടെ ഉള്ളിൽ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഉണ്ടാകട്ടെ. ഈ ഒരു ധൈര്യത്തിൽ ജീവിക്കാൻ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണം. കേൾക്കുന്നവർ സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. മാനസിക സൗഖ്യം, ശാരീരികമായ സൗഖ്യങ്ങൾ അവർ പ്രാപിക്കട്ടെ. ഇന്നു മുതൽ പോകുന്ന വഴികളിലെല്ലാം ദേഹം ദേഹി ആത്മാവിൽ വലിയ ബലമുണ്ടാകട്ടെ. അവരുടെ സാമ്പത്തിക മേഖലകളിലെല്ലാം അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. പിശാചിൻ്റെ യാതൊരു തന്ത്രങ്ങൾക്കും മറിച്ചു കളയാൻ കഴിയാത്ത പ്രാഗൽഭ്യമുള്ള ഒരു ജീവിതത്തിനായി നമുക്കൊരുങ്ങാം. നാളെ ഇതേ സമയത്ത് ജീസസ് എവരിഡേ തുടരുന്നതാണ്. ഒരുമിച്ച് നമുക്ക് കൂടാം. ഗോഡ് ബ്ലെസ് യു. അങ്ങേ
എന്നേക്കും